നമസ്കാരം. ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോയി തിരിച്ചെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിവേഗം ഫയലുകൾ നോക്കലുകളിലേക്ക് കടക്കും. മുഖ്യമന്ത്രിയെ ചീഫ് സെക്രട്ടറിയും DGPയും ഉദ്യോഗസ്ഥരും വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. ജൂലൈ 5-നാണ് മുഖ്യമന്ത്രി US-ലേക്ക് പോയത്. മേയോ ക്ലിനിക്കിൽ നടത്തിയിരുന്ന ചികിത്സയുടെ ഭാഗമായിട്ടായിരുന്നു യാത്ര. പകരം ചുമതല ആർക്കും കൈമാറിയിരുന്നില്ല. ഫയലുകൾ ഈ ഓഫീസ് വഴി കൈകാര്യം ചെയ്തു. നേരിട്ട് പരിശോധിക്കേണ്ടവ ഇനി പരിശോധിക്കും. ഇതിനൊപ്പം വിവാദ വിഷയങ്ങളിലും ശ്രദ്ധ നൽകും. സമസ്തയെയും കാന്തപുരത്തെയും പിണക്കുന്ന സ്കൂൾ സമയമാറ്റ വിഷയത്തിൽ മുഖ്യമന്ത്രി ഉടൻ തീരുമാനമെടുക്കും. 2 സംഘടനകളുമായി ചർച്ചയ്ക്ക് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയോട് നിർദ്ദേശിക്കും. സമവായത്തിന്റെ പാതയിൽ കാര്യങ്ങൾ എത്തിക്കാനാണ് നീക്കം. അടുത്ത മന്ത്രിസഭാ യോഗം 17 ചേർന്നേക്കും. അന്ന് തന്നെ പാർട്ടി നേതൃയോഗത്തിനായി മുഖ്യമന്ത്രി ഡൽഹിയിലേക്ക് പോകും. അതിനു മുൻപ് PK ശശിയുടെ വിഷയത്തിൽ മുഖ്യമന്ത്രി തീരുമാനമെടുക്കും. സമസ്തയെയും കാന്തപുരത്തെയും വിദ്യാഭ്യാസ മന്ത്രി പിണക്കിയെന്ന വാദം മുഖ്യമന്ത്രിക്കുണ്ട്. KTDC ചെയർമാൻ കൂടിയായ ശശിക്കെതിരെ പാലക്കാട്ടെ CPM-ൽ കലാപമാണ്. എങ്കിലും ശശിയെ KTDC ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റില്ല. 17 ഡൽഹിയിൽ പോകുന്ന മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാരുമായി ചില നിർണായക ചർച്ചകളും നടത്താൻ ഇടയുണ്ട്. ഈ മാസം 5-നാണ് മുഖ്യമന്ത്രി ആരോഗ്യ പരിശോധനയ്ക്കായി അമേരിക്കയിലേക്ക് പോയത്. പിന്നാലെ നിരവധി വിവാദങ്ങളും ഉണ്ടായി. CPM-ലെ പാലക്കാടൻ കലാപമാണ് ഇതിൽ പ്രധാനം. ഇതിനൊപ്പം കൂത്തുപറമ്പിലെ പഴയ നിയമസഭാ പ്രസംഗവും. ഇന്നത്തെ പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖറിന് മുൻപ് കടന്നാക്രമിച്ച ആ പ്രസംഗം രേഖയും കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിനൊപ്പം കേരള സർവകലാശാലയിലെ SFI പ്രതിഷേധവും ഗവർണറുമായുള്ള ഭിന്നതയുമെല്ലാം തിരിച്ചെത്തുന്ന പിണറായിക്ക് മുമ്പിലുള്ള പ്രശ്നങ്ങളാണ്. ഏതായാലും ചികിത്സ കഴിഞ്ഞെത്തുന്ന പിണറായിക്ക് അതിവേഗം വിവാദ വിഷയങ്ങളിലേക്ക് കടന്നേ മതിയാകൂ. സ്കൂൾ സമയക്രമ മാറ്റത്തിൽ സമസ്തയും കാന്തപുരവും ഇടങ്ങി നിൽക്കുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഉറച്ച നിലപാടാണ് ഈ വിഷയങ്ങളിൽ എടുത്തത്. 2 സംഘടനകളുമായി ചർച്ച നടത്താതെ സ്കൂൾ കലണ്ടറുകളും പുറത്തിറക്കി. ഈ വിഷയത്തിൽ ന്യൂനപക്ഷ വികാരം അട്ടിമറിച്ചുവെന്ന ചർച്ച സമസ്ത ഉയർത്തുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായിയുമായി ഏറെ അടുപ്പമുണ്ടായിരുന്ന സംഘടനയാണ് സമസ്ത. കാന്തപുരവും അങ്ങനെയായിരുന്നു. ഈ വിഷയത്തിൽ പിണറായി എടുക്കുന്ന പരസ്യ നിലപാട് നിർണായകമാണ്. ഇതിനൊപ്പമാണ് കേരള സർവകലാശാലയിലെ വിഷയം. സ്കൂളുകളിൽ കാൽ കഴുകൽ വിവാദമടക്കം ചൂടുപിടിച്ചിരിക്കുന്നു. ഇതിനൊപ്പമാണ് കൂത്തുപറമ്പിലെ പഴയ വെടിവെപ്പിൽ പിണറായിയുടെ പ്രസംഗം ചർച്ചയാകുന്നത്. സദാനന്ദൻ മാസ്റ്ററെ BJP രാജ്യസഭ MP ആക്കുമ്പോഴാണ് ഈ വിവാദവും എത്തുന്നത്. കൂത്തുപറമ്പിലെ വെടിവെപ്പിൽ പ്രതിയായി പിന്നീട് കുറ്റവിമുക്തനായ റവാഡ ചന്ദ്രശേഖറിനെ പോലീസ് മേധാവിയാക്കിയതിൽ ഇനി പിണറായി പറയുന്ന നിലപാട് നിർണായകമാകും. പാലക്കാട്ടെ CPM-ൽ PK ശശി വിരുദ്ധ വികാരം ശക്തമാണ്. PK ശശിയെ KTDCയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാണ് ആവശ്യം. ശശി UDF-ലേക്ക് പോകുമെന്ന ചർച്ചയാണ് പാലക്കാട്ടെ CPM ഒരുക്കുന്നത്. ശശിയെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയിട്ടും KTDCയെ പദവിയിൽ നിന്ന് മാറ്റിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ പാലക്കാട്ടെ പ്രശ്നത്തിൽ പിണറായി ആർക്കൊപ്പം നിൽക്കുമെന്നതും ചർച്ചയായി മാറിയിട്ടുണ്ട്. പിണറായിയുടെ വിശ്വസ്തനാണ് ശശിയെന്ന് ഏവർക്കും അറിയാം. ഈ ശശിയെ മുൻ സംസ്ഥാന സെക്രട്ടറിയായ ആർഷോ കടന്നാക്രമിക്കുന്നതും കഴിഞ്ഞ ദിവസം കണ്ടു. ശശിയെ പരസ്യമായി തള്ളിപ്പറഞ്ഞ ആർഷോയ്ക്ക് ഇനി എന്ത് സംഭവിക്കുമെന്ന ചർച്ചയും CPM-ൽ നടക്കുന്നുണ്ട്.